ലീഗ് അതിൻ്റെ ഒരു സഹനത്തിൻ്റെ പരകോടിയിലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ കോൺഗ്രസിനെ പോലെ തന്നെ അധികാരമില്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. അവർ ഈ രണ്ടാം ഘട്ടം കൂടി വരുന്നു, അതിനൊരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇപ്പം നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടായി കഴിഞ്ഞെങ്കിലും ഈ ഒരു UDF എന്നുള്ളൊരു കൃത്യമായ തരത്തിലുള്ള ഒരു ഐക്യത്തോടെയുള്ള ഒരു സംഭവത്തിന് ഏതെങ്കിലും ഒരു കൃത്യമായ കാര്യത്തിന് കോൺഗ്രസ്സിന് പ്രാപ്തിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള വലിയ ഖിന്നത ലീഗിനുണ്ടായിരുന്നു. അത് അവർ പലതവണ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പല രീതിയിലും കൃത്യമായ മുന്നണിയെ നയിക്കേണ്ട കോൺഗ്രസ് ഈ തരത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നു എന്നുള്ള കാര്യം, അത് കോൺഗ്രസിലെ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ 3-4 ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF ജയിക്കുകയും അതേപോലെ തന്നെ ചേലക്കരയിൽ ഭയങ്കരമാംവിധം ഭൂരിപക്ഷം താഴ്ത്തുകയൊക്കെ ചെയ്തുവെങ്കിലും ഒരു കെട്ടുറപ്പുള്ളൊരു, അതാണ് നമുക്കൊരു അത്ഭുതം ഇപ്പോഴത്തെ ഒരു വിജയത്തിൽ തോന്നുന്ന തരത്തിൽ അത്രയും കെട്ടുറപ്പില്ലായ്മ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിപ്പോര് കോൺഗ്രസിലുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നിന്ന് പോലും ഇത്തരം ഒരു ഇലക്ഷൻ റിസൾട്ട് വരുന്നു എന്നുള്ളത് ലീഗിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. പിന്നെ എന്നുള്ളത് ഈ ഒരു കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളുടെ ഒരു ബാക്കി പത്രം എടുത്ത് നോക്കിയാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൃത്യമായ തുടർച്ച തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. 2010, 2015, 2016 ഒക്കെ ആ തരത്തിൽ 2010 കഴിഞ്ഞപ്പോൾ തന്നെ UDF വിജയിച്ചു. പിന്നീട് 2ലും വലിയ തോതിൽ LDFന് ഗുണം കിട്ടുന്നതായിരുന്നു. അപ്പോൾ അത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തങ്ങളുടേതാണ് എന്നൊരു ചിന്ത വല്ലാത്ത തോതിൽ ലീഗിനുണ്ട്. ആ ഒരു ഉണർവ് ഇന്നിപ്പോൾ ഈ ലീഗിൻ്റെ ആഘോഷ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ അവർ സംഭരിച്ചു വെച്ച ഊർജ്ജം മുഴുവൻ ഇന്ന് റോഡിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്.